ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹാങ്മോർ ക്ലാസ് സബ്മറീൻ, ചാക്കിസോറസ് നെക്കുൽ, ചാങ്കെ 6, റൈസിംഗ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കെനിയ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാങ്മോർ ക്ലാസ് സബ്മറീനെ കുറിച്ചാണ്. സോ ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ചൈന പാകിസ്ഥാന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ഡീസൽ ഇലക്ട്രിക് സബ്മറീനാണ് ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു 8 സബ്മറീൻസിനാണ് ചൈനക്ക് പാകിസ്ഥാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് സബ്മറീൻ്റെ ട്രയൽസ് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13-നകത്ത് അവരൊരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് 2 ദിവസം മുമ്പ് ഇവർ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ കുറച്ചു കാലം മുമ്പ് ഫ്രാൻസുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ഫ്രാൻസിന്റെ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിന്റെ ഒരു ഇന്ത്യൻ വേരിയന്റ് കൽവാരി ക്ലാസ് സബ്മറീൻസ് എന്നും പറഞ്ഞിട്ട് മാസഗോൺ ഡോക്സിൽ വെച്ചിട്ട് ഒരു 6 നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഇതിന്റെ കമ്പാരിസൺ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഡിസൈൻഡ് സബ്മറീൻ ആണ്, അല്ലെങ്കിൽ ചൈനയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അത് ബേസിക്കലി ചൈനീസ് നേവി യൂസ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് ആണ് ടൈപ്പ് O39A എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ടൈപ്പ് O39A ക്ലാസ് സബ്മറീൻസിന്റെ ഒരു എക്സ്പോർട്ട് വേരിയന്റ് ആണ് ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിന്റെ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻ്റെ ഒരു എക്സ്പോർട്ട് വേരിയന്റ് ആയിട്ട് ഇന്ത്യ കൽവാരി ക്ലാസ് സബ്മറീൻസ് യൂസ് ചെയ്യുന്നത് പോലെ ചൈനയുടെ ടൈപ്പ് O39A ക്ലാസ് സബ്മറീൻസിന്റെ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന്റെ ഒരു എക്സ്പോർട്ട് വേരിയന്റ് ആണ് ഹാങ്മോർ ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ എക്സ്പോർട്ട് വേരിയൻസും ഈ പേരിലല്ല അറിയപ്പെടുന്നത്. പാകിസ്ഥാന് വേണ്ടി എക്സ്പോർട്ട് ചെയ്യുന്ന വേരിയന്റ് ആണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. സോ ഇതൊരു ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീൻ ആണെന്ന് പറഞ്ഞു. ഡീസൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇങ്ങനെയാണ്. അറ്റാക്ക് സബ്മറീൻ എന്ന് പറയുന്നത് മറ്റുള്ള സബ്മറീൻസിനെ ആക്രമിക്കാനാണ് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു 4 ഡീസൽ എഞ്ചിൻസ് ആണ്. പിന്നെ അത് കൂടാതെ ഇതിനൊരു AIP സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറയും. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ ബാറ്ററീസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഈ ഡീസൽ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റീചാർജ് ചെയ്യുന്ന ബാറ്ററീസ് യൂസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സബ്മറീൻസ് ഹൈലി സ്റ്റെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇതിന്റെ വോയിസ് എന്നൊക്കെ പറയുന്നത് നോയ്സ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് കുറച്ചും കൂടി സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്റ്റെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും. പക്ഷെ അതേസമയം അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ബാറ്ററീസ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എപ്പോഴും സർഫേസിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടാവും, കാരണം ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ കാരണമായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. സോ ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ യൂസ് ചെയ്യുന്ന ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസിന് കുറച്ചും കൂടി സ്റ്റെൽത്തി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, കാരണം അവർക്ക് കുറച്ചും കൂടി ലോങ്ങർ പീരീഡ് അവർക്ക് അണ്ടർ വാട്ടറിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ അവരെപ്പോഴും സർഫേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ കാൽവാരി ക്ലാസ് സബ്മറീൻസ് അല്ലെങ്കിൽ ഈ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിനൊക്കെ ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉണ്ട്. അപ്പോൾ ആ സെയിം ടെക്നോളജി ഉള്ള അല്ലെങ്കിൽ ആ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സബ്മറീനാണ് ഈ പറയുന്ന ഹാങ്മോർ ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത്. അതായത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള ഒരു സബ്മറീൻ തന്നെയാണ് ഹാങ്മോർ ക്ലാസ് സബ്മറീൻ. ആക്ച്വലി ചില പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കാൽവാരി ക്ലാസ് സബ്മറീൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് ഈ പറയുന്ന ഹാങ്മോർ ക്ലാസ് സബ്മറീൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അറേബ്യൻ സീ ഏരിയാസിലൊക്കെ ഉള്ള ഇന്ത്യയുടെ നേവൽ ഡോമിനൻസ് ഈ പറയുന്ന ഹാങ്മോർ ക്ലാസ് സബ്മറീൻസ് ചൈനീസ് നേവിയുടെ പാകിസ്ഥാനി നേവിയുടെ ഭാഗമാവുന്നതോട് കൂടിയിട്ട് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയുടെ കാൽവാരി ക്ലാസ് സബ്മറീൻസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഈ കാൽവാരി ക്ലാസ് സബ്മറീൻസിന്റെ ഏകദേശം സിമിലർ ടെക്നോളജിയും അതേസമയം ഇതിനെക്കാട്ടും വലിയ സൈസുള്ള അല്ലെങ്കിൽ കാൽവാരി ക്ലാസ് സബ്മറീൻസിനെക്കാട്ടിലും ലാർജസ്റ്റ് സൈസുള്ള സബ്മറീൻസും കൂടിയാണ് ഹാങ്മോർ ക്ലാസ് സബ്മറീൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അവർക്ക് കൂടുതൽ ക്രൂവിനെ അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കൂടുതൽ നേവി പേഴ്സണൽസിനെ ഈ പറയുന്ന സബ്മറീനകത്ത് ഹൗസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അവർക്ക് കൂടുതൽ വെപ്പൺസ് ക്യാരി ചെയ്യാൻ പറ്റും. ടിപ്പിക്കലി അവരുടെ റേഞ്ചും കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ അണ്ടർ വാട്ടർ എൻഡ്യൂറൻസിനകത്തും വെപ്പൺസ് ലോഡിനകത്തും നമ്മുടെ ഈ പറയുന്ന സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സുപ്പീരിയർ ആണ് ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീൻസ് എന്ന് പറയാം. ഇനി 2 സബ്മറീൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസർ സ്യൂട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന 2 സബ്മറീൻസിനും കോമൺ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഹാങ്മോർ ക്ലാസ് സബ്മറീനും ഈ പറയുന്ന സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസും തമ്മിലുള്ള മറ്റൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ കാൽവാരി ക്ലാസ് സബ്മറീൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച
ഫ്രാൻസിന്റെ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ടെസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് സർവീസിലുള്ള ഒരു സബ്മറീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടെസ്റ്റഡ് ടെക്നോളജിയാണ് അല്ലെങ്കിൽ പ്രൂവൺ ടെക്നോളജിയാണ് സ്കോർപിയൻ ക്ലാസിന്റെ എന്ന് പറയും. പക്ഷേ അതേസമയം ഈ ഹാങ്ങർ ക്ലാസ് സബ്മറീൻ അല്ലെങ്കിൽ ചൈനയുടെ ഈ ടൈപ്പ് O39A എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുന്ന സബ്മറീൻസ് കുറച്ചും കൂടി പുതിയ ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബാറ്റിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്വിപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു വെപ്പണാണ് ഈ പറയുന്ന ഇന്ത്യയുടെ കാൽവരി ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ഹാങ്ങർ ക്ലാസ് സബ്മറീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ചാക്കിസോറസ് നിക്കിൾ എന്ന് പറയുന്ന ഒരു ഡൈനോസറിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇതിന്റെ ഒരു ഫോസിൽ അർജന്റീനയിലുള്ള സയന്റിസ്റ്റുകൾ കണ്ടെത്തിയതായിട്ട് ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അർജന്റീനയിലുള്ള പാലിയന്തോളജിസ്റ്റുകൾ, ഈ ഡൈനോസേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് പാലിയന്തോളജിസ്റ്റുകൾ എന്ന് പറയാം. അവർ ഒരു മീഡിയം സൈസ്ഡ് ഹെർബിവോറസിനെ, ഒരു പുതിയ കൈൻഡ് ഓഫ് മീഡിയം സൈസ്ഡ് ഹെർബിവോറസ് ഡൈനോസറിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ചാക്കിസോറസ് നെക്കുൽ എന്ന് പറയുന്നത്. അത് അർജന്റീനയിലെ പാറ്റഗോണിയൻ ഡെസേർട്ട് റീജിയനിലാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ഡൈനോസർ ആയിരുന്നു ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പാറ്റഗോണിയൻ ഡെസേർട്ടിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി പറയുന്ന ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡൈനോസറിന്റെ ഒരു യുണീക്നെസ് ആയിട്ട് പറയുന്നത് ഒരു ഡൗൺവേർഡ് കർവ്ഡ് ആയിട്ടുള്ള ടെയിൽ ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് റണ്ണിങ് എബിലിറ്റി ഒക്കെ ഉള്ള ഒരു ഡൈനോസർ ആയിരുന്നു ഇതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് എന്താണെന്നും എവിടെ നിന്ന് ഇത് കണ്ടെത്തിയെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ചാങ്കെ 6 ആണ്. സോ ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ചൈനയുടെ മൂൺ മിഷൻസിനെ അവർ വിളിക്കുന്ന പേരാണ്. ചാങ്കെ എന്ന് പറയുന്നത് ചൈനീസ് സിവിലൈസേഷനകത്ത് അവരുടെ ലൂണാർ ഗോഡസിനെ അല്ലെങ്കിൽ ഈ ചന്ദ്രന്റെ ദേവതനെ അവർ വിളിക്കുന്ന പേരാണ് ചാങ്കെ. അപ്പോൾ ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ചൈനയുടെ ലൂണാർ മിഷൻസിലെ ഏറ്റവും പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് ആണ് ചാങ്കെ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാങ്കെ 6ന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മൂണിന്റെ ഫാർ സൈഡിൽ നിന്ന്, അതായത് മൂണിന്റെ നമുക്ക് കാണാൻ പറ്റാത്ത അപ്പുറത്തെ സൈഡിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ റിട്ടേൺ മിഷൻ ആയിട്ടാണ് ഈ ചാങ്കെ 6 അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂണിൽ നിന്ന് 1976 സോവിയറ്റ് യൂണിയൻകാർ മൂണിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്തതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞൊരു പാസ്റ്റ് 50 ഇയേഴ്സിനകത്ത് നിയർലി 50 ഇയേഴ്സിനകത്ത് മൂൺ സാമ്പിൾസ് റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണ്. അവർ 2 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ചാങ്കെ 5 എന്ന് പറയുന്ന മിഷൻ മൂണിൽ നിന്ന് ഏകദേശം ഒരു 1.25 കിലോഗ്രാമോളം സാമ്പിൾസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത്തരത്തിൽ മൂണിൽ നിന്ന് സാമ്പിൾസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് ചൈന മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ മൂണിന്റെ ഫാർ സൈഡിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാങ്കെ 6 എന്ന് പറയുന്ന മൂൺ ലാൻഡിംഗ് മിഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ചാങ്കെ 5-നകത്തുള്ളത് പോലെ തന്നെ ഒരു റോബോട്ടിക് എലമെന്റ് അല്ലെങ്കിൽ ഇതിനകത്തൊരു ഈ പറയുന്ന മൂണിനകത്ത് ഡ്രിൽ ചെയ്യാനും ഈ പറയുന്ന സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് റോബോട്ടും ഈ പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫാർ സൈഡ് ഓഫ് ദി മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഫസ്റ്റത്തെ ഒരു ഇവന്റ് ആയിട്ട് മാറും. ലോകത്തിൽ ഇതുവരെ ഒരു രാജ്യവും മൂണിന്റെ ഫാർ സൈഡിൽ നിന്ന് ഇത്തരത്തിൽ സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുള്ള, അത് മാത്രമല്ല മൂണിന്റെ ഫാർ സൈഡിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നതും ചൈനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോകത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ചാങ്കെ 6ന്റെ ലാൻഡർ അത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ മൂണിനകത്ത് ഈ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സൗത്ത് പോൾ ഐക്കൻ എന്ന് പറയുന്നത്. ഈ സൗത്ത് പോൾ ഐക്കന്റെ ഭാഗമായിട്ടാണ് അപ്പോളോ ക്രൈറ്റർ എന്ന് പറയുന്ന മൂണിലെ ഏറ്റവും വലിയ ക്രൈറ്റർ ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ സൗത്ത് പോൾ ഐക്കനിലാണ് ഇത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലൂണാർ സിസ്റ്റത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഓൾഡസ്റ്റ് നോൺ ഇമ്പാക്ട് ക്രൈറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഈ സൗത്ത് പോൾ ഐക്കൻ ബേസിൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിനെ സയന്റിസ്റ്റുകൾ വിളിക്കാറുള്ളത് ഗോൾഡൻ ബെൽറ്റ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ലൂണാർ എക്സ്പ്ലോറേഷന്റെ കേസിൽ ഒരു ഗോൾഡൻ ബെൽറ്റ് ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. കാരണം അത്രയധികം ഈ പറയുന്ന സയന്റിഫിക് എക്സ്പ്ലോറേഷൻസ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾസ് അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ ഈ പറയുന്ന സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഈ ചൈനയുടെ ഈ സ്പേസ് പ്രോഗ്രാം ആക്ച്വലി ഒരു 4 സ്റ്റേജ് അല്ലെങ്കിൽ 4 ഫേസസ് ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്.
അപ്പോൾ ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ഇതിന്റെ 3rd സ്റ്റേജിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, ചൈനയുടെ ഈ ഒരു 4 സ്റ്റേജ് അല്ലെങ്കിൽ 4 ഫേസ് സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ലൂണാറിന്റെ ഓർബിറ്റിൽ എത്തുക. ഈ ചാങ്കെ 1 ചാങ്കെ 2 എന്ന് പറയുന്ന 2 മിഷൻസ് 2009-ലും 10-ലൊക്കെ ആയിട്ട് അവർ നടത്തുന്നത് അതിനുവേണ്ടി 2007-ലും 10-ലൊക്കെ ആയിട്ട് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തത് മൂണിന്റെ സർഫേസിൽ ലാൻഡ് ചെയ്യുക, ഒരു റോവർ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഈ ചന്ദ്രയാൻ 3 ഒക്കെ ചെയ്തതുപോലെ ഈ ചാങ്കെ 3-ഉം 4-ഉം ചെയ്തത് അതാണ്. അതിന്റെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചാങ്കെ 5-ഉം 6-ഉം ചെയ്യുന്നത് അതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 2030s ആകുമ്പോഴേക്കും ഈ പറയുന്ന ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതിന്റെ 4th സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സ് പറയുന്നത് ചൈന മിക്കവാറും ഈ മൂണിന്റെ സദേൺ പോളിലോ അല്ലെങ്കിൽ ഫാർ സൈഡിലോ ആയിട്ട് ഒരു പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും അവിടെ ഈ മാൻഡ് മൂൺ മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവിടെ ഒരു സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ ചൈനയുടെ ഈ ഒരു മിഷനകത്ത് ഇന്റർനാഷണൽ കൊളാബറേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാങ്കെ 6 മിഷനകത്ത് ചൈന കൂടാതെ മറ്റുള്ള ചില രാജ്യങ്ങളുടെ, ഇപ്പോൾ ഫ്രാൻസ്, അതുപോലെ ഇറ്റലി, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ചില പേലോഡുകളും അവർ കൊണ്ടുപോകുന്നുണ്ട്. വളരെ ഒരു 10 കിലോഗ്രാമിൽ താഴെ വെയിറ്റ് ഉള്ള പേലോഡ്സ് ആണ് ഇതെല്ലാം തന്നെ. ഇനി ഇത് കൂടാതെ ഈ പറയുന്ന ചാങ്കെ 6-ലും 7-ലും ആയിട്ട് അടുത്ത് വരാൻ പോകുന്ന 7-ലും ആയിട്ട് ഈ പറയുന്ന ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, പാകിസ്ഥാൻ, റഷ്യ, സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെയൊക്കെ പേലോഡ്സ് ഇവർ ക്യാരി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചാങ്കെ 6-ന്റെ കേസ്. പിന്നെ ചൈനയുടെ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആയിട്ടുള്ള അവരുടെ ലോങ് മാർച്ച് 5 യൂസ് ചെയ്തിട്ടാണ് ഇതും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റൈസിങ് ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. സോ നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിനകത്തുള്ള ഹെൽത്ത് എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേൾക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിനോട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ഹെൽത്ത് പ്രൊസീജിയേഴ്സിന് വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഫീസ് അത് പല ഹോസ്പിറ്റൽസും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റെഗുലേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി റൈറ്റ്സിനകത്ത് റെഗുലേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ എഡിറ്റോറിയലിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ഈ പ്രൊസീജിയേഴ്സിന് വേണ്ടി വരുന്ന ചെലവിനെ അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന റൈറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് അല്ലെങ്കിൽ നിലവിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിലവിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസസിന് എസ്പെഷ്യലി സർജറീസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രൈസ് ഇടുന്നത് ഒരു പ്യൂർലി മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് നിലവിൽ റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ല. ക്ലിയർലി മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള, അതായത് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഇത് വരുന്നത്. അപ്പോൾ അത് പല ഹോസ്പിറ്റൽസിലും സെയിം സർജറിക്ക് പല കോസ്റ്റ് അല്ലെങ്കിൽ പല റൈറ്റ് വരാനുള്ള കാരണം അതാണ്. മറ്റൊന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതാണ്. വീക്ക് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്ററി കപ്പാസിറ്റിയാണ്. കാരണം നമ്മൾ ഇതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് അത്രയധികം ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സർജറീസും അല്ലെങ്കിൽ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസസും ഇന്ത്യ പോലെ ഇത്രയധികം പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു വൺ ഫിറ്റ് ഫോർ ഓൾ എന്നുള്ള രീതിയിൽ റെഗുലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും അധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഗുലേറ്ററി കപ്പാസിറ്റിയുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് എൻഫോഴ്സ് ചെയ്യുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഡാറ്റ ലിമിറ്റേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇനി ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്, ഒന്ന്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് റെഗുലേറ്ററി കപ്പാസിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, ഹെൽത്ത് കെയർ ഫിനാൻസിങ് റിഫോംസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ, ഇപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ആണെങ്കിലും ഈ പേഷ്യൻസിൻ്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൊളാബറേഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കെനിയയെ കുറിച്ചാണ്. സോ കെനിയ എന്ന് പറയുന്നത് ഒഫീഷ്യലി അവരുടെ പേര് റിപ്പബ്ലിക് ഓഫ് കെനിയ എന്നാണ്. ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഓഷനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് കെനിയ എന്ന് പറയുന്നത്. കെനിയയുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സിറ്റിയും അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയും എന്ന് പറയുന്നത് നെയ്റോബിയാണ്. നെയ്റോബിയാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി. അതുപോലെ തന്നെ നെയ്റോബിക്കുള്ള മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലോകത്തിൽ
ഗ്ലോബൽ സൗത്തിനകത്ത്, അതായത് നമ്മുടെ ഡെവലപ്പിംഗ് വേൾഡിനകത്ത് UN ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലവും നെയ്റോബിയാണ്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നെയ്റോബിയിലാണ്. അതുപോലെ തന്നെ കെനിയയുടെ ഏറ്റവും ഓൾഡസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയും, അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ മേജർ പോർട്ട് സിറ്റി എന്ന് പറയുന്നത് മോംബാസ എന്ന് പറയുന്നതാണ്. ഇത് ഇന്ത്യൻ ഓഷനിൽ കെനിയയുടെ ഭാഗമായിട്ട് കിടക്കുന്ന മോംബാസ ഐലൻഡിലാണ് ഈ മോംബാസ പോർട്ട് സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കെനിയയുടെ അയൽ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ഇന്ത്യൻ ഓഷൻ ഉണ്ട്, അതുപോലെ തന്നെ നോർത്തേൺ സൈഡിലായിട്ട് സൊമാലിയ, അതുപോലെ എത്യോപ്യ എന്നീ രാജ്യങ്ങളുണ്ട്. പിന്നെ ഏകദേശം ഒരു നോർത്ത് വെസ്റ്റൊക്കെ ആയിട്ട് സൗത്ത് സുഡാന്, വെസ്റ്റേൺ സൈഡിലായിട്ട് യുഗാണ്ട, അതുപോലെ തന്നെ ഒരു സൗത്ത് വെസ്റ്റും സൗത്തിലുമായിട്ട് ടാൻസാനിയ എന്നീ രാജ്യങ്ങളാണ് കെനിയയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.